പ്രൈസ് ലോർഡ്. സ്നേഹവന്ദനം ഏവർക്കും. സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ എളുപ്പം. നമുക്ക് എപ്പോഴും സമാധാനം, സന്തോഷം നമുക്ക് എന്നും എപ്പോഴും ഓർത്ത് ഒന്നിനെക്കുറിച്ച് നമ്മൾക്ക് ഓർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. എന്താണോ ദൈവം തന്ന സ്നേഹം, ദൈവം നമുക്ക് ഈ ലോകത്ത് തന്നിച്ച് പോയ സമാധാനം, ദൈവത്തിനും നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം നമുക്ക് എവിടെ പോയാലും കിട്ടില്ല. ഒരു മനുഷ്യരിലും നമുക്ക് ഒരു മനുഷ്യരുണ്ടാക്കിയ വിഗ്രഹത്തിലും ഉണ്ടാവില്ല. അപ്പോൾ ദൈവം പറഞ്ഞത് എല്ലാറ്റിനും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൻ്റെ ഇഷ്ടം. ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രത്യക്ഷത്തിൽ ആനന്ദമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. അതെ, നിങ്ങളെ വിളിക്കുന്ന വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഈ ഭൂമിയിലുള്ള ആവശ്യം നശിച്ചു പോകുന്നതാണ്. പക്ഷേ നിങ്ങളെ വീണ്ടും നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ, നമ്മുടെ മക്കൾക്ക് വേണ്ട ഒരു വിവാഹമായിക്കോട്ടെ, നമുക്കൊരു എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ദൈവത്തിന് അറിയാം, നമ്മൾക്ക് എന്താണ് ഉടുക്കേണ്ടത് ദൈവത്തിന് അറിയാം, നമുക്ക് എന്താണ് കഴിക്കേണ്ടത് വേണ്ടതെന്നറിയാം, എല്ലാം നമുക്ക് ദൈവത്തിന് അറിയാം. അതിന് തക്ക സമയം ഉയർത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ, പ്രാർത്ഥിപ്പിൻ. എൻ്റെ ദൈവത്തിൻ്റെ മുഖാന്തരം എന്നും എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് എന്താണ് സന്തോഷം തന്നും, എന്നെ നീ മറന്നു പോകാതെ എന്നും നിത്യം നീ എനിക്ക് വേണ്ടി ഇരിക്കുന്നല്ലോ. അപ്പോൾ ആ കുഞ്ഞിനെ ശിശുവിനെ പോലെ നടത്തുവാനാണ് ദൈവത്തിന് ഇഷ്ടം. ആ ശിശുവെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ എന്താണ് നിഷ്കളങ്കതയാണ്. മക്കളെപ്പോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ആരോടെന്ത് പറയും അവിടെ മറന്ന് നമ്മൾ പുതു ആളായി മാറുക. അതാണ് ദൈവത്തിന്. അവിടെ അല്ല മറക്കുക. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ക്ഷമിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തിപ്പെടുത്താൻ നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആര് മറുത്ത് പറഞ്ഞോട്ടെ, വെറുത്ത് പറഞ്ഞോട്ടെ, പകച്ചോട്ടെ, പക്ഷേ കർത്താവ് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് പോയത്. ദൈവം ഇതൊക്കെ സത്യം വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ എന്താണ് ദുഷ്ടചിന്തകളും ദുഷ്ടപ്രവൃത്തികളും ദൈവത്തിന് വേണ്ടി ദൈവം എല്ലാം സഹിച്ചവനാണ്. ആ സഹനം ദൈവത്തിന് നന്നായിട്ടറിയാം. അപ്പം ദൈവത്തിനെ എത്രത്തോളം നമ്മൾ ബഹുമാനിക്കുന്നു, ഭയത്തോടെ ആരാധിക്കുന്നു, ഭയഭക്തിയോടെ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, ആ ദൈവം നമുക്ക് എപ്പോഴും വേണ്ടതെല്ലാം തരും. നമ്മൾ ഓടിപ്പിടിച്ച് ചെയ്യേണ്ട.